ഞാൻ മൈക്കിളിന്റെ അടുത്തും മിഷേലിന്റെ അടുത്തും സംസാരിക്കുകയായിരുന്നു. എനിക്ക് ഉറപ്പാ മെർലിനും ഇതുപോലൊരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളത്. മൈ ക്വസ്റ്റ്യൻ ടു ഈസ്, ഹൗ ആർ യു ബിൽഡിംഗ് യുവർ ഫെയ്ത്ത്, ഓർ ഹൗ ആർ യു ഗെറ്റിംഗ് യുവർ ഫെയ്ത്ത് ബെറ്റർ ഡേ ബൈ ഡേ? സോ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഓഫ് കോഴ്സ് എന്റെ ഫാമിലിന്റെ ഉള്ളിൽ കൂടെയാണ് എന്റെ ഫെയ്ത്ത് ഇങ്ങനെ ഗ്രോ ആവണേ. കാരണം ഇപ്പോഴും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ എനിക്ക് കുർബാനയ്ക്ക് പോകണ്ട, അല്ലെങ്കിൽ ഞാൻ മടി കാണിക്കാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുർബാനയ്ക്ക് പോകാൻ മടി കാണിക്കുകയാണെങ്കിൽ അപ്പനമ്മയും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും കുർബാനയ്ക്ക്. എന്നിട്ട് കുർബാനയിൽ നിൽക്കണം, പോയേ പറ്റൂ അങ്ങനെ പറയും. പിന്നെ എപ്പോഴും വെച്ചാൽ പള്ളിയിൽ ഭയങ്കര ആക്റ്റീവാണ്. ഇങ്ങനെ ഓരോരോ പ്രെയർ മീറ്റിങ്ങും ഇങ്ങനെ സെഷൻസ് ഒക്കെ അപ്പം എടുക്കാറുണ്ട്. പിന്നെ അവര് ഞങ്ങളോടും പ്രാർത്ഥിക്കാനും ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി പറയാറുണ്ട്. സോ അങ്ങനെ ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്യാണ്. ഞാനിവിടെ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചി പറയായിരുന്നു മെർലിൻ എപ്പോഴും കുറെ ഇന്റൻഷൻസ് കൊണ്ടുവരും എന്നുള്ളത്. കുർബാനയ്ക്കായിക്കോട്ടെ, കൊന്ത ചെല്ലാനായിക്കോട്ടെ, പ്രയർ മീറ്റിംഗിലേക്ക് ആയിക്കോട്ടെ. എന്താണ് ഇങ്ങനെ ഇന്റൻഷൻസ് പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം? അത് നിയോഗങ്ങൾ വെക്കുമ്പോ ദൈവം അത് ഉറപ്പായിട്ടും നടത്തി തരും. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നടത്തി തരും. അപ്പോ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം തരാതിരിക്കുകയില്ല. അതാണ് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്.